ഈ ഇഡ്ഡലിയും ദോശയും കണ്ട ദേഷ്യം വരുന്ന മക്കളുണ്ടോ എല്ലാ വീട്ടിലും? പക്ഷെ ഇവിടെ അങ്ങനെയാണ്. ഉപ്പുമുളകത്തിയും പോലെ എന്നും ദോശയാണോ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. പക്ഷേ ഡെയിലി ദോശയൊന്നും അല്ല കേട്ടോ. പക്ഷെ എന്നാൽ കൂടി ഒരു നേരത്തിന് രണ്ടാമത്തെ നേരം ദോശ കൊടുക്കുമ്പോഴത്തേനും ചോദിക്കും ഇന്നും ദോശയാണോ എന്ന്. അപ്പോൾ ഇന്ന് എന്തായാലും ലീവല്ലേ, ഭൂരി മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ലീവുള്ള ദിവസങ്ങളിൽ 10 മണിയൊക്കെ ആവും. പക്ഷേ ഈ ഭൂരി പണിക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഓരോരുത്തരും എഴുന്നേൽക്കുമ്പോഴും അപ്പോഴൊക്കെ ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഭൂരി ചുടേണ്ടി വരും കേട്ടോ. അപ്പോൾ ഭൂരിയൊക്കെ ചൂടോടെ കഴിച്ചാലല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മസാലയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി അടുപ്പത്താക്കിയിട്ടുണ്ട്. പിന്നെ ഭൂരിക്കുള്ള മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കാണ് കേട്ടോ. അപ്പോൾ എന്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ ഭൂരിക്കുള്ള മാവൊക്കെ പെരഞ്ഞെടുത്തു. ഭൂരിക്ക് എപ്പോഴും ഞാൻ എണ്ണ ചൂടാവണ ആ നേരം കൊണ്ട് മാത്രമാണ് കേട്ടോ മാവ് പെനിയാറ്. എന്നാലും നമുക്ക് ഭൂരി നല്ല സൂപ്പറായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് നല്ലോണം അങ്ങനെ പൊന്തി എണ്ണയൊന്നും കുടിക്കാതെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ മസാലയൊക്കെ റെഡിയായപ്പോൾ നല്ലോണം ഒന്ന് മന്തുകൊണ്ട് ഉടച്ച് മസാലയൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചട്നി അരച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഭൂരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഭൂരി കണ്ടോ നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരുന്നത് നമ്മൾ എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് മാത്രമേ നമ്മൾ മാവ് കുഴയ്ക്കാൻ പാടുള്ളൂ. ചപ്പാത്തിക്ക് ചെയ്യണ പോലെ നേരത്തെ കുഴച്ച് വെക്കാൻ പാടില്ല കേട്ടോ. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വേണം കേട്ടോ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഭൂരി ചുട്ടെടുക്കാൻ. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഭൂരി ഒരുപാട് എണ്ണ കുടിച്ച് പോകും. അപ്പോൾ നമ്മുടെ ഭൂരിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് വലിയൊരു പണിയുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയൊക്കെയാണ് കേട്ടോ. മഴയും വെയിലും അങ്ങനെ മാറി മാറി പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കുന്ന് തുണി ഉണ്ട് കേട്ടോ ഉണങ്ങാൻ ഇടാനായിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ടെറസിൽ കൊണ്ടിടട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ലൊരു വെയിൽ കണ്ടപ്പോൾ കൊണ്ടിട്ടതായിരുന്നു. പക്ഷേ ഞാൻ ഇട്ട ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടില്ല, അപ്പോഴത്തേനും അടിപൊളി മഴ കേട്ടോ. ഞാൻ വന്ന് എടുക്കുമ്പോഴത്തേനും ഒക്കെ നനഞ്ഞ് കുളിച്ച് കഴിഞ്ഞു കേട്ടോ. ഡ്രസ്സൊക്കെ നന്നായിട്ട് ഉണങ്ങിയതും കൂടി അങ്ങോട്ട് നനഞ്ഞു കിട്ടി. അപ്പോൾ അതുകൂടി ഒരു പണിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ തുണിയൊക്കെ തോരിട്ടതിന് ശേഷം ഒന്ന് ഉച്ചക്കത്തേക്ക് മുരിങ്ങ വെക്കാമെന്ന് വിചാരിച്ചിട്ട് മുരിങ്ങയൊക്കെ ഒന്ന് ഒടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മിനി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തന്നെ ഒന്നും മറന്നു പോകരുത് കേട്ടോ.